ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ്. അപ്പോൾ ഇത് എന്താണെന്ന് വെച്ചാൽ ഷുഗർ ചീര തേങ്ങ ചിരകി ഉപ്പിട്ട് തിരുമ്മി വെച്ചിരിക്കുന്നതാണ് കേട്ടോ. എനിക്ക് പനി വന്നിട്ട് മാറി വരുന്നതേ ഉള്ളൂ. അപ്പോൾ ഒരു വീഡിയോ പെട്ടെന്ന് എടുത്തതാണ്. അപ്പോൾ അടുപ്പിലാണ്, ആസ് യൂഷ്വൽ ഗ്യാസ് ഇല്ലാത്തപ്പോഴാണ് ഞാൻ വീഡിയോ ചെയ്യാൻ എനിക്കും ഇൻട്രസ്റ്റ്. ഓക്കെ, എന്താണ് ആകെ പുകമയം എന്ന് ഓർത്ത് ആരും പേടിക്കണ്ട കേട്ടോ. ഇത് ചോറ് വാർത്താൻ വേണ്ടി എടുത്തതിൻ്റെ മൂടി തുറന്നതാണ് കേട്ടോ. അപ്പോൾ ഞാനൊരു ചമ്മന്തിയും കൂടെ സൈഡിൽ ഉണ്ടാക്കി മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ അതിൽ നമ്മുടെ നാടൻ ചമ്മന്തി, വാളംപുളിയും തേങ്ങയും ഇഞ്ചിയും പച്ചമുളകും 2-3 കാന്താരി മുളകും ഒക്കെ ഇട്ടു, കറിവേപ്പിലയൊക്കെ ഇട്ട് 2 ചെറിയുള്ളി ഉള്ളത് ചമ്മന്തിയിലിട്ടു. അപ്പോൾ ഇതിൽ വെളുത്തുള്ളി ഇട്ടത്. അപ്പോൾ നമ്മുടെ ഈ ഷുഗർ ചീര ഒന്ന് ഉണ്ടാക്കുക. സാധാരണഗതിയിൽ തേങ്ങ പിന്നീടാണ് ചേർക്കുന്നത്. ഞാനിപ്രാവശ്യം ഒരു വെറൈറ്റിക്ക് വേണ്ടി തേങ്ങ ഒപ്പം അങ്ങ് തിരുമ്മി വെച്ചു. അപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് വഴറ്റി അതിൻ്റെ ഇടയിൽ ചൂട് കൂടി വന്നപ്പോഴേക്കും എന്താ പറയുക, ഈ മുളക് പൊടി കരിഞ്ഞു പോകണതിന് മുന്നേ തന്നെ എടുത്ത് ചീരയുടെ കുറച്ച് ഭാഗം എടുത്ത് ആദ്യം ഇട്ടു. പിന്നെ അങ്ങോട്ട് ഇളക്കി കൂട്ടി ബാക്കിയും കൂടെ ചേർത്ത് അങ്ങോട്ട് ഇളക്കി അങ്ങോട്ട് കൂട്ടി മെഴുക്കി വെക്കുക. എപ്പോഴാണോ ഗ്യാസ് ഉള്ളപ്പോൾ മര്യാദയ്ക്ക് വീഡിയോ ചെയ്യാൻ എനിക്ക് തോന്നാറില്ല. എനിക്ക് അടുപ്പ് കത്തിക്കുമ്പോഴാണ് എന്താണെന്നറിയാൻ പാടില്ല വീഡിയോ ചെയ്യാനൊരു ത്വര വരുന്നത്. അപ്പോൾ എന്താണെന്നറിയാം, എന്നോട് വഴക്കിട്ടിട്ട് വിറകൊന്നും കത്തുന്നതേ ഇല്ലായിരുന്നു കേട്ടോ. അതെപ്പോഴും അങ്ങനെയാണ്, അതെപ്പോഴും അങ്ങനെ. നമുക്കെപ്പോഴും എന്താ പറയുക, ഇങ്ങനെയാണല്ലോ, പണി എപ്പോഴും കിട്ടിക്കൊണ്ടിരിക്കും. ഇപ്പോൾ മഴയായത് കാരണം ഗ്യാസ് എടുത്തിട്ട് ഇപ്പോൾ കുറച്ച് നാളായി, ഒറ്റ കുറ്റിയുള്ളൂ. അപ്പോൾ ദാരിദ്ര്യം പറയുകയല്ല കേട്ടോ. പിന്നെ ആൾക്കും പണിയില്ല, ഞാനൊരു ചെറിയ ജോലിക്ക് പോയി തുടങ്ങിയുള്ളൂ. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ ഓണം പോലെ ഉള്ളത് നമുക്ക് നല്ലൊരു നല്ല സമയം വരും, അതുവരെ നമ്മൾ കുറച്ച് കഷ്ടപ്പെടുക. അപ്പോൾ കറി റെഡിയായി. പക്ഷേ ഇല കുറവാട്ടോ. ഞാൻ നന്നാക്കി കഴിഞ്ഞാൽ ഇലയൊക്കെ കുറഞ്ഞു പോകും. തണ്ട് മാത്രമുണ്ട്, തേങ്ങയും കൂടുതലുണ്ട്. പിന്നെ എന്താ പറയുക, അപ്പോൾ ചോറ് എടുക്കുവാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ചാറ് കറിയൊന്നുമില്ല, ഒരു ഒലത്ത് കറിയും ഒരു ചമ്മന്തിയും നമുക്ക് ഉള്ളതുപോലെ. എനിക്കാണെങ്കിൽ നടുവേദന കുറഞ്ഞ് വരണുള്ളൂ, ഇപ്പോഴും ഉണ്ട്. ഇന്നലെയൊക്കെ നല്ല നടുവേദനയായിരുന്നു. അതുകൊണ്ട് അടുക്കളയിൽ 2 ദിവസമായിട്ട് അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്തില്ല. ഇന്ന് പറ്റുന്ന പോലെയൊക്കെ എല്ലാം ഒന്ന് ചെയ്ത് ഇതെങ്കിലും തയ്യാറാക്കിയെന്ന് പറയാം. പിന്നെ ഒന്നുമില്ല, നമുക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല കറികളൊക്കെ ഉണ്ടാക്കാം. എന്നെ സംബന്ധിച്ച് എനിക്ക് ഇങ്ങനെ തൊടി കറികൾ പണി എളുപ്പമായതുകൊണ്ടല്ല കേട്ടോ. അങ്ങനെ എല്ലാവരും വിചാരിക്കും, പണി എളുപ്പമായതുകൊണ്ടല്ല. എനിക്ക് തൊടി കറികളൊക്കെ ഇഷ്ടം. പക്ഷേ ഇവിടെ എന്താണോ കൊണ്ടുവരുന്നത് അത് വെച്ചുണ്ടാക്കും. അപ്പോൾ ഇതുങ്ങളൊക്കെ വഴക്കിട്ടിരിക്കുക, മീനില്ലാത്തതുകൊണ്ട്. മീൻ